ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. നല്ല സിമ്പിളാണ്, ഇനി നല്ല ടേസ്റ്റിയും കൂടി കേട്ടോ. ഒരുപാട് നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നാടൻ പലഹാരമായിട്ടുള്ള കലാഞ്ചി ഇങ്ങനെ റെഡിയാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു നേന്ത്രപ്പം എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പഴുത്തിടുക ഇതുപോലെ തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയിട്ടുള്ള പയാമ അത്രയും നല്ലതാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈത്തപ്പഴമാണ്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടാവുമല്ലോ, അതാട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടേണ്ടിയില്ല, ഇത് ഒഴിവാക്കിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ അതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ഇടുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഒരു 4-5 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇത്തിരി ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക. അതിന് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിന് നമുക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2-3 ഏലക്കായ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതിന് കൂടുതൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സമയത്ത് മാത്രമായിട്ട് ഇതിൽ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കാതെ നമുക്ക് കഴിക്കാം. നമ്മൾ ഇതിൽ ഈത്തപ്പഴം കൂടി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പണ്ടൊക്കെ ഈ കലാഞ്ചി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഏലക്കായും മാത്രമായിട്ടോ ചേർക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഴവും ഈത്തപ്പഴവും നട്ട്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകാൻ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതൊരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലൂസായിട്ടുള്ള ഒരു മാവാക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ദോശമാവ്, നമ്മൾ മൈദയുടെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ലൂസായിട്ടല്ലേ മാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുപോലെ നല്ല ലൂസായിട്ടുള്ള മാവ് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടി പാടില്ല. ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി. നിങ്ങളുടെ കയ്യിൽ കളർപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾ ചേർത്താൽ മതി, ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും നമ്മൾ അറിയേയില്ല കേട്ടോ. ആ മഞ്ഞളാ ചേർത്തെന്നുള്ള ആ ഒരു മഞ്ഞളിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം മഞ്ഞൾ ചേർക്കുന്നില്ല ഒന്നുകൂടി നല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. അതിന് കൂടുതൽ നമുക്ക് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ നേരത്തെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആ ഒരു മിക്സിയിലേക്ക് ചേർത്തിട്ടുണ്ടല്ലോ, നമ്മൾ തേങ്ങയുടെ മിക്സിയിലേക്ക്. അപ്പോൾ അതിന് നല്ലൊരു മധുരം ഉണ്ടാവട്ടെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. സാധാരണ ഇതിൽ ഈ ഒരു മാവിൽ ചേർക്കാറില്ല കേട്ടോ പഞ്ചസാരയൊന്നും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാട്ടും നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്, നല്ല ലൂസായിട്ട് ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തുക. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളമാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആക്കൂലേ, അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മാവ് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അധികം വലിപ്പമില്ലാത്തതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വലിപ്പമുള്ളത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അധികം വലിപ്പമില്ലാത്ത രീതിക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ദോശയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മാവ് വയ്ക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ലോ ഫ്ലെയിമിലേക്ക് അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കുക്കായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഭാഗം ഇതിങ്ങനെ വിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതങ്ങ് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അത് തിരിച്ചിടുകയോ മറിച്ചിടുകയോ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതിയാവേ. നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും, നമ്മൾ ലോ ഫ്ലെയിമിലല്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി അതിലേക്കങ്ങ് ഒഴിക്കുന്നുണ്ട്. ഇത് ഒഴിച്ചിട്ട് അതങ്ങ് റെഡിയായിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ആക്കി വെക്കാം കേട്ടോ അതിലേക്ക്. ഇനി ഈ ഒരു ദോശ ചൂടാറുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങയും പായൊക്കെ ആക്കി വെച്ചിട്ടില്ലേ, അതിൻ്റെ നടുവിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യം എന്നുള്ളത് അനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നമ്മളിത് അതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇനി വെച്ച് കൊടുത്തിട്ട് 2 സൈഡും മടക്കി കൊടുക്കുക. ആദ്യം തന്നെ ഇതുപോലെ 2 സൈഡും മടക്കി കൊടുത്തിട്ട് അതൊന്ന് അവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന വിധത്തിലൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിച്ച് കിട്ടിക്കോളും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുത്താൽ മതിയേ. അപ്പം നമ്മൾ അടിപൊളി സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നാടൻ പലഹാരം റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇതുവരെ ഇതുപോലുള്ളൊരു പലഹാരം നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ചായക്കടയിൽ മാത്രം കണ്ടിട്ട് നമ്മൾ അവിടുന്ന് മാത്രം കഴിക്കുന്നതാണെങ്കിൽ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരം കൂടിയാട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക്